സംഘർഷം മുറുകുന്നതിനിടെ ഇറാന് തിരിച്ചടിയായി ഒരു ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ കൂടി ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയുടെ വിശ്വസ്തൻ അലി ഷത്മാനിയാണ് കൊല്ലപ്പെട്ടത്. പിന്നാലെ ഇസ്രായേൽ തലസ്ഥാനം ടെൽ അവീവിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. പി ജെയിംസ് വിവരങ്ങൾ നൽകും ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. പി ജെയിംസ്, ഇപ്പോൾ ഇന്ന് എന്താണ് സാധാരണ ഈ കഴിഞ്ഞ 4 ദിവസം പരിശോധിച്ചാലും ഈ പകൽ സമയത്ത് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നേരം പുലർന്നതിന് ശേഷമാണ് ടെൽ അവീവിൽ മിസൈലുകൾ പതിച്ചത്. എന്തെങ്കിലും കനത്ത നാശം അവിടെ ഉണ്ടോ എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയില്ല. അത്തരം വിവരങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഖമൈനിയുടെ വളരെ അടുത്ത വിശ്വസ്തനായ ഒരു സൈനിക ഉദ്യോഗസ്ഥൻ, ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. അലി ഷത്മാനി ഇപ്പോൾ നിലവിലുള്ള ആ സൈനിക ശ്രേണിയിലെ ഉന്നതനാണ്. എങ്ങനെയായിരിക്കും ഇനി ഇറാന്റെ പ്രതികരണം, ഇസ്രായേലിന്റെ മറുപടി? വിജയകുമാർ, ഒന്നിനു പിറകെ ഒന്നായി ഇറാന്റെ സൈനിക തലപ്പത്തുള്ളവർ കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ ഇറാനെ വല്ലാതെ അമ്പരപ്പിക്കുന്നത്. കാരണം മൊസാദ് നേരത്തെ എത്തി അവിടെയുള്ള ഇറാന്റെ സൈന്യത്തിന് നേതൃത്വം നൽകുന്നവരുടെ മുഴുവൻ ഡീറ്റെയിൽസ്, അവരുടെ നീക്കങ്ങൾ എല്ലാം പഠിച്ച് എല്ലാം ചോർത്തിയെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒന്നിനു പിറകെ പ്രത്യേകിച്ച് അവിടുത്തെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ തലവൻ അടക്കം ഹുസൈനി, സലാമി, അതുപോലെ തന്നെ മുഹമ്മദ് ബഗേരി, ആംഡ് ഫോഴ്സസിൻ്റെ തലവൻ അടക്കമുള്ളവർ ആദ്യ ദിനത്തിൽ തന്നെ വധിച്ചപ്പോൾ തന്നെ ഇറാൻ സൈന്യം ഞെട്ടിയതാണ്. പിന്നീട് ഇപ്പം 4 ദിവസം മുമ്പ് ചാർജ് എടുത്ത ആളാണ് ഈ അലി ഷത്മാനി എന്ന് പറയുന്നത്. അദ്ദേഹം ആയത്തുള്ള ഖമനേയിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്തരിൽ ഒരാളാണ്. അദ്ദേഹവും വധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന ഒരു പ്രധാന വാർത്ത. എന്ന് വെച്ചാൽ ഇപ്പോഴും ഇറാനിൽ ഉള്ളിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ സൈന്യത്തിനും മൊസാദിനും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ചാരന്മാരെ അവർ പിടികൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഇവർ വധിക്കപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന അത് തന്നെയാണ്. അതിനിടയിൽ വിജയകുമാർ പറഞ്ഞ പോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ രാത്രിയിലാണ് ആക്രമണം നടന്നത്. ഇന്നലെ രാത്രി വലിയ ആക്രമണമാണ് നടന്നത്. ഇറാൻ ടെലിവിഷൻ ചാനലിന് മേൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓയിൽ റിഫൈനറികൾക്ക് മേൽ ഒക്കെ ആക്രമണം നടന്നെങ്കിലും ഇന്ന് പകൽ ആക്രമണം നടക്കുകയാണ്. എന്ന് മാത്രമല്ല, ഇറാൻ ഇന്നലെ പറഞ്ഞതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണം വരാൻ പോകുന്ന ബാലിസ്റ്റിക് മിസൈലുകളുടെ ഒരു വർഷം തന്നെ ഉണ്ടാവും. പക്ഷേ ആ തരത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും 30 മിസൈലുകൾ ടെൽ അവീവിലേക്ക് വന്നു. അതിൽ 2 എണ്ണം അവിടെ പതിച്ചു. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇസ്രായേലിൻ്റെ പ്രമുഖ നഗരമായ ഹൈഫയിലെ ഓയിൽ റിഫൈനറികളെല്ലാം അടച്ചുപൂട്ടി എന്ന വാർത്ത ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. അവിടുത്തെ ഇലക്ട്രിക്കൽ സംവിധാനത്തിന് കേടുപറ്റിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലെ അറ്റാക്കിൽ. എന്ന് മാത്രമല്ല, ജെറൂസലേമിൽ, ടെൽ അവീവിലൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അയൺ ഡോമുകൾക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധത്തിൽ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നു. പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ തന്നെ അവകാശപ്പെടുന്നത് അയൺ ഡോമുകളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ തമ്മിൽ അടുപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു വിദ്യ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ വിചാരിച്ച പോലെ ഇസ്രായേലിൻ്റെ ഇറാൻ്റെ ആക്രമണങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനിടയിൽ ഒരുപക്ഷെ വിജയകുമാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഡൊണാൾഡ് ട്രംപ് G7 രാഷ്ട്രങ്ങളുടെ കാനഡയിൽ നടക്കുന്ന, ആൽബർട്ടയിൽ നടക്കുന്ന സമ്മേളനത്തിൽ നിന്ന് ഒരു ദിവസം മുമ്പേ പോയി. എന്ന് മാത്രമല്ല, നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയും കൂടെയുണ്ട്. അദ്ദേഹം വിമാനം കയറി പോകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളുണ്ടായിരുന്നു. അമേരിക്കയിൽ അടിയന്തരമായിട്ട് യോഗം ചേരുകയാണ്. അതിനെക്കുറിച്ച് 2 വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, സമാധാന ശ്രമങ്ങൾ. കാരണം ഇറാൻ്റെ ഫോറിൻ മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്, വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളൊരു ചർച്ചയ്ക്ക് അമേരിക്കയുമായി തയ്യാറാണെന്നാണ്. ഒരുപക്ഷെ അതിൻ്റെ ഭാഗമായിട്ടാണോ? എന്നാൽ ഒരുപക്ഷെ ഈ ബങ്ക് ബസ്റ്റർ ബോംബുകൾ ഇതുവരെ ഇസ്രായേലിന് നൽകാൻ അമേരിക്ക തയ്യാറായിട്ടില്ല. അവിടെയുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതാണ്. അവിടെ ബങ്ക് ബസ്റ്റർ ബോംബുകൾ 200 അടി താഴെ വരെ പോകാൻ പറ്റുന്നതാണ് അമേരിക്കയുടെ കൈവശമുള്ളത്. അത് ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിലുണ്ട്. അവിടുത്തെ യുദ്ധക്കപ്പലുകളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളുടെയൊക്കെ അവരുടെ കയ്യിലുള്ള യുദ്ധവിമാനം F-16, F-35, അതുപോലെ തന്നെ ബങ്ക് ബസ്റ്റർ ബോംബുകൾ, B-2 ബോംബേഴ്സ് വെച്ചാണ് ഈ ബങ്ക് ബസ്റ്ററുകൾ ഇത് ചെയ്യുന്നത്. നേരത്തെ അത് അമേരിക്ക പലയിടത്തും അഫ്ഗാനിസ്ഥാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വെച്ച് ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ
ഉള്ള നീക്കങ്ങളുടെ ഭാഗമാവാനും അതുപോലെ തന്നെ അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങാനുമുള്ള നീക്കത്തിൻ്റെ ഭാഗമാണെന്നുള്ള പ്രചരണമുണ്ട്. പക്ഷെ അമേരിക്ക ഇതുവരെ പിടികൊടുത്തിട്ടില്ല, ഞങ്ങൾ ഈ യുദ്ധത്തിൻ്റെ ഭാഗമല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പി ജെയിംസ്, ഇപ്പോൾ ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് തന്നെ പറയുന്നു ഇറാനിലെ ജനങ്ങളോട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അത്തരമൊരു മുന്നറിയിപ്പ് അമേരിക്ക നൽകുന്നത്? ഇസ്രായേൽ സാധാരണ നൽകുന്നതാണ്, അതിനപ്പുറത്തേക്ക് ട്രംപ് അത്തരമൊരു മുന്നറിയിപ്പ് നൽകുന്നു. തന്നെയുമല്ല, കാനഡയിൽ നിന്ന് അടിയന്തരമായി പോകുന്നതിന് മുമ്പ് വൈറ്റ് ഹൗസിൽ ഒരു വാർ റൂം സജ്ജമാക്കാനാണ് ട്രംപ് തൻ്റെ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വാർ റൂം സജ്ജമാക്കുന്നു, ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് ട്രംപ് പറയുന്നു. ഈ യുദ്ധത്തിൽ ഇറാൻ ജയിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് അമേരിക്ക നേരിട്ട് അതിൽ ഇറങ്ങാൻ പോകുന്നു ഇസ്രായേലിനൊപ്പം എന്ന സൂചനയാണല്ലോ. അത് ശക്തമാക്കുന്ന പരാമർശങ്ങളാണല്ലോ ട്രംപിൽ നിന്ന് വരുന്നത്. അത് നമുക്ക് ചെറുതാക്കി കാണാൻ കഴിയുമോ? അല്ല, തീർച്ചയായിട്ടും അതിൻ്റെ സൂചനകൾ പോകുന്ന അതിലേക്കാണ്. പിന്നെ ട്രംപ് ആയതുകൊണ്ട് വിജയകുമാർ നമുക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒന്ന് പറയും, അടുത്ത നിമിഷം മാറ്റി പറയാൻ കഴിയുന്നത് കൊണ്ട് ട്രംപ് ആക്ട് ചെയ്താൽ മാത്രമേ ട്രംപ് ആക്ട് ചെയ്തു എന്ന് പറയാൻ സാധിക്കുള്ളൂ. കാരണം ട്രംപ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇസ്രായേൽ ആക്രമിക്കരുത്, ഞങ്ങൾ കരാറിൽ ഒപ്പിടാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇസ്രായേൽ ആക്രമിച്ചു. ഒരുപക്ഷെ ട്രംപിൻ്റെ മൗനാനുവാദം, അമേരിക്കയുടെ മൗനാനുവാദം ഈ ആക്രമണത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ സമാധാനം, അല്ലെങ്കിൽ യുദ്ധം എന്നുള്ള തരത്തിൽ. പക്ഷേ വിജയകുമാർ പറഞ്ഞ പോലെ ഇത് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ വാർ റൂം തയ്യാറാക്കാൻ പറയുന്നതും നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അടിയന്തര യോഗം വിളിച്ചു കൂട്ടുന്നതും അമേരിക്കയുടെ 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ എത്തുന്നതും ഒപ്പം തന്നെ ബോംബർ വിമാനങ്ങൾ യൂറോപ്പിനടുത്തേക്ക് കൊണ്ടുവരുന്നു, ഇറാനിലേക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ, ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അമേരിക്ക ഈ തക്കം നോക്കിയിട്ട് ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയോ അവിടുത്തെ ഒരു ഭരണമാറ്റം ആഗ്രഹിക്കുന്ന ഇസ്രായേലിനോടൊപ്പം ചേർന്ന് ഈ ആയത്തുള്ള ഖാമിനിയെ പിടികൂടുകയോ അല്ലെങ്കിൽ അവരുടെ സംഘത്തെ മാറ്റി പുതിയൊരു ഭരണക്രമം കൊണ്ടുവരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാണ്. അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല വിജയകുമാർ. എന്തായാലും സമാധാനകാംക്ഷികളെ, സമാധാന പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശ്വസിക്കാൻ കഴിയുന്ന വിവരങ്ങളല്ല പശ്ചിമേഷ്യയിൽ വരുന്നത് എന്നതാണ് നമുക്ക് ചുരുക്കത്തിൽ ഈ വാർത്താ പകലിൻ്റെ പകുതി എത്തുമ്പോൾ പറയാൻ കഴിയുന്നത്.